ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ വാഗമണ്ണാണ്. നല്ല മഞ്ഞും പൊടിമഴയും നല്ല തണുപ്പൊക്കെയാണ്. വല്ലാത്തൊരു കാലാവസ്ഥയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇത്രയും മഞ്ഞും പൊടിമഴയുമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഈ ഒരു കാഴ്ചയ്ക്കും അനുഭവത്തിനും വേറൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇതൊന്നുമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഞങ്ങളിവിടെ കണ്ടു ഒരാൾ പോകുന്നത്. ഇവനെ നിങ്ങൾക്കറിയാമോ? ഇവരുടെ പേര് പർപ്പിൾ ഫ്രോഗ് എന്നാണ്. വർഷത്തിൽ ഒരു ദിവസം മാത്രം മണ്ണിന്റെ അടിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ജീവിയാണിവർ. മലയാളത്തിൽ ഇവരെ പാതാളത്തവളയെന്ന് വിളിക്കും. ഞങ്ങളെ കാണുമ്പോൾ അവൻ പേടിച്ച് സ്ഥലം വിടുകയാണ്. അവൻ അടുത്തുള്ള പുല്ലിന്റെ മറവിൽ ഒളിച്ചു. അവന്റെ ഷേപ്പ് കണ്ടില്ലേ? സാധാരണ തവളയെ പോലെ അല്ലല്ലോ, നല്ല രസമില്ലേ? വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇവർ മണ്ണിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനാൽ മഹാബലി തവള, മാവേലി തവള എന്നൊക്കെ വിളിക്കാറുണ്ട്. കൂടാതെ പന്നിമൂക്കൻ തവള എന്ന് ഇവർ വിളിക്കാറുണ്ട്. ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്നാണ് ഇവർ വിളിക്കുന്നത്. കോടാനുകോടി വർഷങ്ങളായി പരിണാമങ്ങൾക്കൊന്നും വിധേയമാകാത്ത ജീവികളെയാണ് ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്ന് പറയുന്നത്. കുറെ നേരം ഇവനെ നോക്കി നിന്നപ്പോൾ ഇവൻ വീണ്ടും ചാടിപ്പോവാൻ തുടങ്ങി. ക്യാമറയുമായി അവന്റെ പുറകെ പോകുമ്പോൾ അവനിക്ക് പേടിയാകുന്നുണ്ട്. ഞാൻ അവൻ്റെ മുമ്പിൽ പോയി പിന്നെ നിന്നു. അപ്പോഴാണ് ഞാൻ അവൻ്റെ കാൽ ശ്രദ്ധിച്ചത്. ആ കാലിൻ്റെ ഷേപ്പ് മൺവെട്ടി പോലെയുണ്ട്. കാലിൻ്റെ മുറിച്ചുള്ള ആ ഭാഗം ഉപയോഗിച്ചാണ് അവർ മണ്ണ് തുരന്ന് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നത്. സഹ്യ പർവ്വത നിരകളിൽ മാത്രം കാണപ്പെടുന്ന തവളയാണിവർ. ഇവരുമായി സാമ്യമുള്ള തവള മഡ്ഗാസ്കറിലും ഷെസേഴ്സ് ദ്വീപുകളിലുമാണ് കാണപ്പെടുന്നത്. പിന്നെ ഞാൻ അവൻ്റെ മുമ്പിൽ പോയിരുന്നു. അവനെ കണ്ടപ്പോൾ എനിക്ക് പിടിക്കാൻ തോന്നി, പക്ഷെ ഞാൻ പിടിച്ചൊന്നുമില്ല കേട്ടോ. 364 ദിവസവും ഇവർ മണ്ണിനടിയിലാണ് കാണപ്പെടുന്നത്. വർഷത്തിൽ ഒരു ദിവസം മാത്രം ഇവർ പുറത്തേക്ക് വരൂ. അതും 3-4 മണിക്കൂർ മാത്രമേ ഇവർ പുറത്ത് കാണപ്പെടുകയുള്ളൂ. മൺസൂൺ കാലത്ത് ഇണചേരാൻ വേണ്ടി മാത്രമാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. മണ്ണിൻ്റെ അടിയിലെ ചിതലുകളും മണ്ണിരയുമാണ് ഇവർ ഭക്ഷിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അവൻ അടുത്ത പുല്ലിലേക്ക് മറയുന്നത് ഞങ്ങൾ നോക്കി നിന്നു. പുല്ലുകൾ മാറ്റി അവൻ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. ചില കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇനിയും പുതിയ കാഴ്ചയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയത് ഹെർപ്പറ്റോളജിസ്റ്റായ ഡോക്ടർ സന്ദീപ് ദാസിൽ നിന്നാണ്.